മിശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ, കൈത്താക്കാലത്തിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ്. കൈത്താക്കാലം 1-ാം ഞായറാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. സഭയിൽ ഇത് വിളവെടുപ്പ് കാലമാണ്. ഈശോയുടെ സുവിശേഷവുമായി ലോകമെങ്ങും ആ സുവിശേഷത്തിന് മാംസം നൽകിയ ശിഷ്യന്മാരിൽ നിന്നുള്ള വിളവെടുപ്പ്, സഭയിലെ വിളവെടുപ്പ് കാലമാണ് കൈത്താക്കാലം. നമ്മളിന്ന് 12 സ്ലീഹന്മാരെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഈശോയുടെ സുവിശേഷം അവരിങ്ങനെ ലോകത്തിന്റെ പലയിടങ്ങളിലായിട്ട് പ്രസംഗിച്ചും ആ പ്രസംഗിച്ച തിരുവചന ഭാഗത്തിന് ജീവൻ നൽകിയുമൊക്കെ ഈശോയുടെ സുവിശേഷത്തിന് മാറ്റുകൂട്ടിയ കൈത്താക്കാലം. സ്ലീഹന്മാരുടെ ഏറ്റവും വലിയൊരു സവിശേഷതയായിട്ട് സഭാപിതാക്കന്മാരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അവർ ധൈര്യമുള്ളവരായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ഒരു പക്ഷേ കത്തോലിക്ക സഭ നേരിടുന്ന ഏറ്റവും വലിയ ഒരു ദാരിദ്ര്യം ഈ ക്രൈസ്തവ ധൈര്യമില്ലായ്മ എന്നുള്ളതാണ്. ഈശോയുടെ ശിഷ്യന്മാർക്ക് കൈമുതലുണ്ടായിരുന്നിട്ടുള്ള ഏറ്റവും വലിയ സവിശേഷത ഈ ധൈര്യം എന്നുള്ളതാണ്. അവരെല്ലാവരും ധീരന്മാരായിരുന്നു എന്നുള്ളതാണ്. ഈശോയുടെ സുവിശേഷം, ഈശോയാണ് ഏകരക്ഷകനെന്നും ലോകരക്ഷകനുമെന്നും ഒക്കെ വിളിച്ചു പറയാനുള്ള ധൈര്യം ഈ സ്ലീഹന്മാർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ധൈര്യത്തിലേക്ക് വളരാനായിട്ട് സഭയുടെ ഈ വിളവെടുപ്പ് കാലം നമുക്ക് കാരണമായി തീരട്ടെ. വിശുദ്ധ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.